എല്ലാ വിജയത്തിൻ്റെയും കേന്ദ്രം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ഇത് പരിശുദ്ധ ശഅബാൻ മാസമാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. ഹബീബായ നബി തങ്ങളുടെ മാസമെന്ന് പറഞ്ഞാൽ മുത്തുനബിയോട് വല്ലാതെ അങ്ങ് അടുക്കേണ്ട മാസം. റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്തങ്ങ് ചെല്ലണം, ധാരാളം ചെല്ലണം. റസൂലുള്ളാനെ മഹബ്ബത്ത് വെക്കണം. മുത്തുനബിയെ മഹബ്ബത്ത് വെച്ചാൽ എല്ലാം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ നാം ആക്കി തീർക്കണം. അവിടുന്ന് സംസാരിക്കാൻ പറഞ്ഞതുപോലെ നല്ലത് മാത്രം സംസാരിക്കണം. ഏത് മോശപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യരുത്. എല്ലാ ഹറാമിൽ നിന്നും മാറി നിന്ന് ഹബീബായ നബി തങ്ങളെ പിരിസം വച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിച്ച് നമ്മൾ മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുകയും വേണം. സ്വലാത്ത് നമ്മുടെ വിജയമാണ്. നമ്മുടെ മുൻഗാമികൾ മുഴുവനും സ്വലാത്തിലങ്ങ് ലയിച്ചു പോയവരാണ്, ഹബീബിലങ്ങ് അടുത്തു പോയവരാണ്, റസൂലുള്ളാനെ മഹബ്ബത്ത് വെച്ചവരാണ്. എത്ര തവണയാണ് മുത്തുനബിയെ കണ്ടത്? മുത്തുനബിയെ സ്നേഹിച്ച് റസൂലുള്ളാഹിലങ്ങ് ലയിച്ചു പോയി. ജീവിതം മുഴുവനും സ്വലാത്തിലായി. എല്ലാ ദിവസവും ഹബീബായ നബി തങ്ങളെ കണ്ടവരുണ്ട്. ഇന്നും മുത്തുനബിയെ കാണുന്നവരുണ്ട്. അവിടുത്തെ മനാമിലും അതേപോലെ തന്നെ യഖളത്തിലും എല്ലാ നിലക്കും റസൂലുള്ളാഹിനെ കാണുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ അല്ലാ. നാളെ ഞങ്ങൾക്ക് ഖബർ വരാനുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ആ ഖബർ എന്ന മണ്ണറയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഇതെന്റെ ഹബീബാണെന്ന് പറയാൻ കഴിയണം. നാളെ മഹ്ശറയിൽ മുത്തുനബിന്റെ ശഫാഅത്ത് കിട്ടണം. നാളെ സ്വർഗത്തിൽ മുത്തുനബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണം. അവിടെ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കണം. നരകത്തിലേക്ക് നമ്മൾ ആരും കടന്നു പോകരുത്. അല്ലാഹു നമ്മെ നരകത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ഹബീബായ നബി തങ്ങളാണ് നമ്മുടെ എല്ലാ നിലക്കും വിജയത്തിന്റെ മാനദണ്ഡം. ഹബീബിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലി അവിടുന്ന് ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതമാക്കി തീർത്ത് മുത്തുനബി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവിടുന്ന് ഒഴിവാക്കിയ കാര്യങ്ങൾ